അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് അബ്ദുൽ ഉസൈരി എന്നവർ ഒരു യാഥാർത്ഥ്യമായ കഥ വിവരിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ തെക്കൻ മേഖലയിലെ ഷംറ എന്ന സ്ഥലത്ത് ഒരു റോഡ് പണി പൂർത്തിയാക്കാൻ അനുമതി ലഭിക്കപ്പെട്ടു. റോഡിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റോഡ് ഒരു പഴയ ഖബർസ്ഥാനിൽ ചെന്നെത്തി. റോഡുണ്ടാക്കേണ്ടത് ആ സ്ഥലത്തുകൂടെയാണ്. എന്തു ചെയ്യണമെന്നതിൽ ആരുമൊന്നും അഭിപ്രായപ്പെടാൻ ധൈര്യപ്പെടുന്നില്ല. വൈകാതെ ഉദ്യോഗസ്ഥരും മറ്റു സ്പെഷ്യലിസ്റ്റുകളും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ മക്ബറ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യണം. മയ്യത്തുകളെല്ലാം അവിടെ നിന്ന് എടുത്തുമാറ്റണം. തീരുമാനം നടപ്പാക്കൽ ആരംഭിച്ചു. ഓരോ ഖബറുകളായി തുറന്നു മയ്യത്തുകളെ പുറത്തെടുക്കുന്നു. അസഹ്യമായ ദുർഗന്ധം അനുഭവിക്കാൻ തുടങ്ങി. നശീകരണം സംഭവിച്ച മയ്യത്തുകളുമായി ജനം ബുദ്ധിമുട്ടി. അതിനിടയിൽ പെട്ടെന്ന് ഒരു ഭാഗത്തു നിന്നും സുഗന്ധം അടിച്ചുവീശുന്നു. എല്ലാവരും സാഗ്രഹിച്ചു ശ്രദ്ധിച്ചപ്പോൾ അത് ആ ഖബറിൽ നിന്നുമാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. എല്ലാവരും ചേർന്ന് ആ ഖബറിൽ പോയി നോക്കുമ്പോൾ വീണ്ടും അത്ഭുതപ്പെട്ടുപോയി. ഖബറിലുള്ള മയ്യത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അല്പം മുമ്പ് മറവ് ചെയ്തതുപോലെ കഫൻ വസ്ത്രം പോലും ഒരു അഴുക്കും പറ്റാതെ വെളുത്തിരിക്കുന്നു. ഇതാരാണെന്ന അന്വേഷണത്തിൽ ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകനാണ് എന്ന് വ്യക്തമായി. ഏകദേശം 30 വർഷം മുമ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം. ജനം വിവരം ഉടൻ തന്നെ പിതാവിനെ അറിയിക്കുകയും അദ്ദേഹം അവിടെ വരികയും ചെയ്തു. മകന്റെ രൂപം കണ്ട് പിതാവ് റബ്ബിന് ശുക്ർ ചെയ്തു. ശേഷം ഓരോരുത്തരായി അദ്ദേഹത്തോട് ചോദിച്ചു, വളരെ ഉന്നതിയിലാണല്ലോ അങ്ങയുടെ മകൻ വിരാജിക്കുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ മകൻ ജീവിതത്തിൽ ഇത്രമാത്രം ചെയ്തിരുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ ഒരിക്കലും നിസ്കാരിക്കാൻ മടി കാണിക്കുകയോ നിസ്കാരം ഒഴിവാക്കുകയോ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. നിസ്കാരത്തിനോ പ്രത്യേകിച്ചും സുബഹിക്കു മുമ്പ് എണീറ്റുന്നതിനോ ഞങ്ങൾക്കവനെ ഉപദേശിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിസ്കാരം ആദ്യ സമയത്ത് തന്നെ ജമാഅത്തായി നിർവഹിക്കുമായിരുന്നു. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടൻ തന്നെ മകനും ജമാഅത്തിൽ തുടങ്ങുന്ന പ്രകൃതമായിരുന്നു. ഇസ്ലാമിന്റെ അടിത്തറയായ നിസ്കാരത്തെ വേണ്ടുവോളം വിലകൽപ്പിക്കുകയും അശ്രദ്ധ കാണിക്കാതിരിക്കുകയും ചെയ്ത യുവാവിന്റെ ഖബറിലെ സാഹചര്യമാണ് ഇത്. മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണെന്ന് മുത്തുനബി സ്വാതങ്ങൾ പറഞ്ഞതാണ്. മഹാശറിയിലെ വിചാരണയിലെ ഈമാൻ കഴിഞ്ഞാൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണെന്നുള്ള വസ്തുത വിസ്മരിക്കാതെ ഇലാഹി മുനാജാത്തിൽ വ്യാപൃതരാകുന്നതിൽ ജാഗ്രതരാവാം. അള്ളാഹു നിസ്കാരം നിലനിർത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാരായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.